തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം നമുക്കറിയാം പൊതുവിൽ സംസ്ഥാന ശ്രദ്ധ മുഴുവൻ ആകർഷിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ്. എങ്ങനെയുണ്ട് തൃശ്ശൂർ പോളിംഗ് ശതമാനം? ഏതാണ്ട് 3 മണിക്കൂർ പിന്നിടുമ്പോൾ 16% പുറത്തെത്തി എന്നുള്ളതാണ് സൂചനകൾ കിട്ടുന്നത്. എങ്ങനെയുണ്ട് മനോജ് പൊതുവിൽ? തീർച്ചയായും ലക്ഷ്മി, ഇപ്പോൾ പൊതുവിൽ ഈ ഒരു പോളിംഗ് ശതമാനം കൂടുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് ചില പരാതികളും ഉയരുന്ന ഒരു സാഹചര്യമാണ്. പലയിടത്തും ഈ വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഹരിശ്രീ സ്കൂളിലാണ്. ഇവിടേക്ക് അല്പസമയത്തിനകം തന്നെ പത്മജ വേണുഗോപാലും വോട്ട് ചെയ്യാനായി എത്തും. എന്നാൽ ഇവിടെയുള്ള ജനങ്ങളൊക്കെ തന്നെ രാവിലെ മുതൽ വന്നവർ വരെയുണ്ട്. അവരൊക്കെ തന്നെ ഇപ്പോൾ ഈ വരിയിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഈ വോട്ടിംഗ് അത് സ്പീഡിലാക്കണമെന്നുള്ള ഒരു ആവശ്യം ഉയർന്നു വരികയാണ്. കാരണം ഇവരൊക്കെ തന്നെ രാവിലെ മുതൽ ക്യൂ നിൽക്കുകയാണ്. അവരൊക്കെ വലിയ പരാതി ഉയർത്തുന്നുണ്ട്. രാവിലെ മുതൽ ആരംഭിച്ചിട്ടുള്ള ഈ ഒരു വോട്ടിങ്ങിൽ ഇതുവരെ വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യമൊക്കെയാണ്. എന്തുപറ്റി? അത് വളരെ സ്ലോ ആയിട്ടാണ് നീങ്ങുന്നത്. താരതമ്യേന കുറച്ചുകൂടിയൊക്കെ വേഗത്ത് പോകാറുണ്ട്. ഇത്തവണ ഇപ്പോൾ 2-2.5 മണിക്കൂർ വരെയൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് വോട്ട് ചെയ്ത് പോകാനായിട്ട്. ഞാൻ നേരത്തെ എൻ്റെ സുഹൃത്ത് ചോദിച്ചു, അപ്പോൾ ഇപ്പോൾ പുറത്തേക്ക് വന്ന ആൾ 7 മണിക്ക് വന്ന് നിൽക്കുന്നതാണ് പറഞ്ഞത്. അത്രയും ഒരുപാട് സമയം കൂടുതൽ എടുക്കുന്നത്. എന്താ കാര്യം പറയുന്നത് പോലീസുകാരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് അവസ്ഥയിൽ ഇങ്ങനെ ആൾക്കാരെ പിടിച്ചു നിർത്താൻ അത് ശരിയല്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇത് പെട്ടെന്ന് ഇത് വേണ്ട അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ട് പെട്ടെന്ന് ഒന്ന് സ്പീഡപ്പാക്കുക. എന്താ സ്ത്രീകളൊക്കെ നിൽക്കണമെങ്കിൽ അവർക്ക് ഇരിക്കാനൊരു സൗകര്യമില്ലൊന്നുമില്ല. വയസ്സായവരൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതൊന്ന് സ്പീഡപ്പാക്കുക നല്ലതായിരിക്കും. രാവിലെ മുതൽ എത്തിയവരാണ് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഒരു 8:30 എത്തിയതാണ്. ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. തീർച്ചയായും നിരവധി പേരാണ് ഇവിടെ ഈ ഒരു ക്യൂവിൽ നിൽക്കുന്നത്. അവരൊക്കെ തന്നെ രാവിലെ മുതൽ എത്തിയവരാണ്. കുട്ടികളുമൊക്കെ എത്തിയവരുണ്ട്. അവരൊക്കെ ഇവിടെ ഇപ്പോൾ കാത്തിരിക്കുകയാണ് വോട്ട് ചെയ്യാനായി. ഹരിശ്രീ സ്കൂളിലാണ് ഇത്തരത്തിൽ ഈ ഒരു പല മേഖലയിലും ഇതുപോലെ തന്നെയാണ് വോട്ടിംഗ് അത് വൈകുന്നു എന്നുള്ള കാര്യം. അതിനുവേണ്ട സംവിധാനം ഉദ്യോഗസ്ഥർ അതെ 1 മണിക്കൂറായി വന്നിട്ട് എനിക്ക് വേറെ എയർപോർട്ട് ഓട്ടമുള്ള ആ വോട്ടൊക്കെ പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഇത്രയും ആൾക്കാരാണ്, ഇത്രയും നേരമായിട്ട് സ്പീഡില്ല. ഇതൊന്ന് മെഷീനൊന്ന് സ്പീഡാക്കാൻ പറയാം. പിന്നെ ഈ ചൂടത്ത് നിൽക്കാൻ ഒരു വലിയ സുഖമൊന്നുമില്ല. അപ്പോൾ ഒന്ന് ഒരു നല്ല രീതിയിലൊന്ന് സ്പീഡാക്കാനുള്ളൊരു പരിപാടി ചെയ്യാൻ പറയാം. ഇവരെന്താ പറയുന്നത്? അകത്തുനിന്ന് അവിടെ മെഷീൻ വളരെ സ്ലോ ആണെന്ന് പറയണ. ഒരു മണിക്കൂറിൽ അത്രയും വളരെ കുറച്ച് പോകണത്. 2 മണിക്കൂറായിട്ട് ആൾക്കാർ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ. ഉള്ളിലെന്താ പരിപാടി എന്ന് അറിയണം. എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഞങ്ങളിപ്പോൾ വന്നിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ കൂടുതലായി. ഇവിടുത്തെ അറേഞ്ച്മെന്റ്സ് വല്ലതും ചെയ്യാണ്ടെങ്കിൽ ആദ്യം ചെയ്തു വെക്കണം. ഞങ്ങളെ ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ കഷ്ടപ്പെടുത്തി നിർത്തുന്നത് ശരിയല്ല. ഇങ്ങനത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് അകത്ത് ഇങ്ങനെ ഞങ്ങൾ വന്ന നിമിഷം തൊട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ചൂട് കൂടുതലാണ്, നിൽക്കാനും പറ്റുന്നില്ല. തിരിച്ചു പോകാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളെല്ലാവരും. അല്ല, ഇപ്പോൾ അകത്തുനിന്ന് ഉദ്യോഗസ്ഥരൊക്കെ എന്താ പറയുന്നത്? ചോദിച്ച സമയത്ത് വൈകുന്നോ? ഒന്നും പറയുന്നില്ല. ഞങ്ങൾക്കൊന്നും അറിയില്ല ഇവിടെ എന്താ സംഭവിക്കണേന്നുള്ളത്. ഭയങ്കര ചൂടാണ്. തീർച്ചയായും നിരവധി പേരാണ് ഈ ഒരു ക്യൂവിൽ നിൽക്കുന്നത് വോട്ട് ചെയ്യാനായി. രാവിലെ മുതൽ വന്നവരുണ്ട്. ഈ ഒരു ചൂട് കാലാവസ്ഥ കൂടിയാണ്. എന്തായാലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഇവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടെയുണ്ട്. ആ ഒരു വോട്ട് ചെയ്യാനുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ഓരോരുത്തരും. എന്താണെന്ന് ഈ ഒരു ക്യൂവിൽ തന്നെ നമുക്ക് മനസ്സിലാവും. കുറേ നേരമായി തന്നെ അവരൊക്കെ ഇവിടെ ഉണ്ട്. നേരത്തെ വന്നതാണ്? നേരത്തെ ഇവരൊപ്പം വന്നാണ്. ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അല്ല, സ്ലോ ആണെന്ന് തോന്നണേ. അല്ലെങ്കിൽ ഇത്ര വൈകില്ലല്ലോ, പെട്ടെന്ന് പോകാറുണ്ട് എപ്പോഴും. നേരത്തെ വന്നതാണ്. കുറച്ച് നേരമായി വോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇല്ല. എന്തായാലും ഈ ഒരു സാവകാശം അത് എത്രയും പെട്ടെന്ന് മാറ്റണം എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരോടും ആവശ്യപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു ചൂട് കൂടിയ സാഹചര്യത്തിൽ രാവിലെ വോട്ട് ചെയ്യാനാണ് നിരവധി പേർ ഇവിടേക്ക് എത്തിയത്. അവരുടെ അവകാശം അത് നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് എത്തുമ്പോൾ അവരെ ഇത്രയും നേരം ഇവിടെ നിർത്തി ഇങ്ങനെ ഈ വെയിലത്ത് നിർത്തുന്നു എന്നുള്ള കാര്യമാണ്. അതിൽ പലരും തിരികെ പോകുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ള കാര്യം കൂടെ വ്യക്തമാവുന്നുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നിരവധി പേരാണ് പരാതിയുമായി വരുന്നത്. അതൊക്കെ തന്നെ മാറ്റം വരണം എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെ ഓരോ ആളുകളും ആവശ്യപ്പെടുന്നത്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള മറുപടി നൽകുന്നില്ല എന്നുള്ള കാര്യവുമുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇത് പരിഹരിക്കാനാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ ജനങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത്. യന്ത്രത്തിന് വേറെ തകരാറുകളൊന്നും സംഭവിച്ചതായി പറയുന്നില്ല. എന്നാലും ഇത്രയും വൈകുന്നു എന്നുള്ള കാര്യമാണ് ജനങ്ങൾ വീണ്ടും ചോദിക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ ഈ വെയിൽ ഇങ്ങോട്ട് വന്നപ്പോൾ ആൾക്കാർക്ക് നിൽക്കാൻ പറ്റില്ല ഈ വെയിൽ. അതുകൊണ്ട് എന്തെങ്കിലും പെട്ടെന്ന് തന്നെ ചെയ്ത് വെയിൽ കൂടാനും ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് കൂടാനുമാണ് സാധ്യത.
തീർച്ചയായും അത്തരത്തിൽ വെയിൽ വലിയൊരു പ്രശ്നം തന്നെയാണ്. ഈ ഒരു ചൂട് കാലഘട്ടത്തിൽ ഇവിടെ നിൽക്കുന്നത്. ഇത് സംബന്ധിച്ച് മറ്റ് വിവരങ്ങൾ അത് ഉദ്യോഗസ്ഥർ കൃത്യമായും കൈമാറണം എന്നുള്ള കാര്യം തന്നെയാണ് ഇവരൊക്കെ ആവശ്യപ്പെടുന്നത്. ഈ സ്കൂളിന്റെ പേര് ഒന്നുകൂടി ആവർത്തിക്കാമോ? മത്സരം കൂടെയാണ്. നേരത്തെ സൂചിപ്പിച്ചിരുന്നു, തൃശ്ശൂർ പൂങ്കുന്നം ഹരിശ്രീ സ്കൂളിലാണ് ഈ ഒരു ഓരോ ബൂത്തുകളിലും 37-ാം നമ്പർ ബൂത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ബൂത്തുകളിലും ഇത് തന്നെയാണ് സ്ഥിതി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വൈകുന്നത്? ഹരിശ്രീ സ്കൂളിൽ നിന്നാണ് മനോജ് റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ സമീപത്തുള്ള പല ബൂത്തുകളും ഇതേ അവസ്ഥ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു. ഏതാണ്ട് 2 മണിക്കൂറൊക്കെ പുറത്തായി വന്ന് കാത്തു നിൽക്കുന്നവരുണ്ട്, മുതിർന്ന പൗരന്മാരുണ്ട്. ഇപ്പോൾ സമയം 10:15 പക്ഷേ കടുത്ത ചൂട് അനുഭവപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. അവിടെ മെഷീൻ പതുക്കെയാണ്, മെഷീൻ്റെ താമസമാണ് എന്നൊക്കെയാണ് അവിടുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നത് എന്നുള്ളതാണ്. പക്ഷേ വലിയ രീതിയിലുള്ള പ്രതിഷേധം, വോട്ടർമാർ പലരും മടങ്ങി പോകാനൊക്കെയുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അത് കൃത്യമായി പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ്.